ഗുരുവായൂരിൽ തുളസിത്തറയിലെ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയിൽ ആരോപണ വിധേയനായ അബ്ദുൾ ഹക്കീമിനെതിരെ ഹൈക്കോടതി. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടം. അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് നിയമാനുസൃത നടപടിയെടുക്കണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? ദൃശ്യ, ഈ തുളസിത്തറയിൽ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൾ ഹക്കീമിനെതിരെ നിയമാനുസൃത നടപടി പോലീസ് സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളടക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അബ്ദുൾ ഹക്കീം ചെയ്ത പ്രവൃത്തിയെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമാണെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അബ്ദുൾ ഹക്കീമിനെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ കടക്കുകയും ചെയ്യണം. വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് അബ്ദുൾ ഹക്കീമിന് മാനസിക പ്രശ്നമുള്ളതായിട്ട് എവിടെയും വ്യക്തമാകുന്നില്ല. മാനസിക പ്രശ്നമുള്ള ആളാണ് എങ്കിൽ ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇത്തരമൊരു ഹോട്ടലിന്റെ ലൈസൻസിന്റെ ഉടമയായിട്ട് എങ്ങനെ തുടരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു ചോദ്യം. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് അബ്ദുൾ ഹക്കീമിന് അനുവദിച്ചിരുന്നു എന്നുള്ളതും അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനവും പ്രവൃത്തിയുമാണ് അബ്ദുൾ ഹക്കീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങൾ, അതായത് ഈ അബ്ദുൾ ഹക്കീം സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഈ ഒരു പരാമർശത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ വീഡിയോ നേരത്തെ ഇൻസ്റ്റഗ്രാമിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസ് എടുത്തിരുന്നു. ശ്രീരാജ് കൈമളിനെതിരെയായിരുന്നു കേസ് എടുത്തത്. ഈ കേസിൽ ശ്രീരാജ് കൈമളിന് ബെയിൽ അനുവദിച്ചുകൊണ്ടുള്ള, അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് അബ്ദുൾ ഹക്കീമിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനം ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. എന്തായാലും അബ്ദുൾ ഹക്കീമിനെതിരെ കേസ് എടുക്കാത്തതിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിയമാനുസൃത നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.